ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് വളരെ കാലം മുമ്പ് തന്നെ ഉന്നയിക്കുന്നതാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും നയവും നിലപാടുകളും പഠിക്കാൻ വേണ്ടി ചില വിദ്യാർത്ഥികൾ രൂപീകരിച്ച ബാഫക്കി സ്റ്റഡി സർക്കിൾ എന്ന സംഘടന നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ മുസ്ലിം ലീഗ് മലബാറിൽ 5 സീറ്റുകൾ വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാധീനമുള്ള പാർട്ടിയാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ കണക്കുകൾ അനുസരിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനോ അങ്ങോട്ട് കേൾക്കുന്നതിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങ് ഇടയ്ക്ക് നിർത്തി സംസാരിക്കുന്നതിനോ ചോദിക്കുന്നതാണ്. കേൾക്കുന്നതിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അങ്ങ് തുടർച്ചയായി സംസാരിച്ചോളൂ കേട്ടോ, ഞങ്ങൾക്ക് കേൾക്കാം. ഓക്കെ. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 1962 മുതൽ 2 ലോക്സഭാ മണ്ഡലങ്ങൾ മത്സരിച്ചു വരുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2024 എത്തി നിൽക്കുമ്പോഴും വെറും 2 മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിയായി നിലനിൽക്കുന്നു എന്നത് മുസ്ലിം ലീഗിൻ്റെ വളർച്ചയെ പാർട്ടിയും അതുപോലെ പാർട്ടി നിലനിൽക്കുന്ന UDF മുന്നണിയും പരിഗണിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ 56 നിയമസഭാ മണ്ഡലങ്ങളിൽ പരിഗണിക്കുമ്പോൾ കോൺഗ്രസിനേക്കാളും ശക്തി പ്രകടിപ്പിക്കാനും വിജയിക്കാനുള്ള മാർജിൻ നേടിയെടുക്കാനും അതുപോലെ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ വരെ കോൺഗ്രസിൻ്റെ കൂടെ നിലനിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വരെ വിജയിപ്പിക്കുന്ന ഒരു ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ലീഗിന് അർഹതയുണ്ട്, അല്ലെങ്കിൽ ലീഗിന് 3ാമത് 4ാമത് സീറ്റ് കൊടുക്കണമെന്ന് പറയുകയും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ ഈ തവണയെങ്കിലും മറികടക്കാനുള്ള ഒരു സാധ്യതയാണ് ഒരു അക്കാദമിക് പഠനത്തിലൂടെ ബാഫക്കി സ്റ്റഡി സർക്കിൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനും അതേ ക്ലെയിം തന്നെ ഉന്നയിക്കാമല്ലോ. കോൺഗ്രസും വളരുകയാണ്. കോൺഗ്രസിന് ഒരു തരത്തിലും അങ്ങനെ നിൽക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകളൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാമല്ലോ. കഴിഞ്ഞ തവണയാണെങ്കിൽ പൂർണ്ണമായും രാഹുൽ ഗാന്ധിയാണ് അതിന് ഏറ്റവും വലിയ ഫാക്ടറായി കോൺഗ്രസ് വിലയിരുത്തുന്നത്. പൂർണ്ണമായും 19 സീറ്റുകൾ UDFന് കൈവന്നത് കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം. കോൺഗ്രസ് ആണ് BJPക്ക് എതിരിട്ട് ദേശീയ തലത്തിൽ നിൽക്കാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവ്, വോട്ടർമാരുടെ തിരിച്ചറിവ് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നതെങ്കിൽ അവിടെ നിന്നൊരു സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കേണ്ട എന്ത് ആവശ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് ലീഗിനെ പോലെ തന്നെ കോൺഗ്രസിനും ചിന്തിക്കാമല്ലോ. ഈ പഠനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളൊന്ന്, 1962 CH മുഹമ്മദ് കോയ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയും പിന്നീട് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി ലോക്സഭയിലെത്തുകയും ചെയ്തു. പക്ഷേ കാലം ഇതുവരെ ഈ 2 ലോക്സഭാ മണ്ഡലം എന്നത് കോഴിക്കോട് മാറി പൊന്നാനി ആയെങ്കിലും ഈ 2 ലോക്സഭാ മണ്ഡലം എന്നത് 3ാമതൊന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ വളർച്ചയെ പരിഗണിക്കുന്ന തരത്തിൽ കോൺഗ്രസ് ഇതുവരെ സീറ്റ് വിഭജനം നടത്തിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടിയെങ്കിൽ പോലും ആ വിജയത്തിൻ്റെ ചാലകശക്തിയായി വർത്തിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം മലബാറിലെ 56 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 1987 ശേഷം കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ കോൺഗ്രസിന് നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2001 കൊയിലാണ്ടി മണ്ഡലത്തിലും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും വിജയിച്ചതിന് ശേഷം ഇതുവരെ ഒരു കോൺഗ്രസ് MLA കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അഥവാ കാസർഗോഡ് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും കണക്കുകൾ നോക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗാണ് UDFനെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ വയനാട് മണ്ഡലത്തിൽ നോക്കുമ്പോൾ വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായ സ്വാധീനമുള്ള പാർട്ടിയാണ്. അതുപോലെ വടകര മണ്ഡലവും കണ്ണൂർ ലോക്സഭാ മണ്ഡലവും പരിഗണിക്കുമ്പോൾ അവിടെയും കൃത്യമായ സ്വാധീനമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ ഈ മലബാറിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന്
ഒരു 3 എണ്ണമെങ്കിലും മുസ്ലിം ലീഗിന് കിട്ടേണ്ട അർഹതയുണ്ട്. ഇത് കോൺഗ്രസ് പറയുന്നു എന്നതിനപ്പുറത്ത് ഇത് പ്രായോഗിക തലത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല, അവിടെയുള്ള പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അഥവാ കോൺഗ്രസ് നേതൃത്വത്തിന് മുസ്ലിം ലീഗിനെ പരിഗണിക്കാനുള്ള വൈമനസ്യമാണോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വിന്നിംഗ് കാപ്പബിലിറ്റി, അതായത് ഈ സീറ്റുകൾ വിജയിച്ചെടുക്കാനുള്ള ശക്തിയെ കോൺഗ്രസ് തിരിച്ചറിയാത്തത് കൊണ്ടാണോ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അഥവാ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് പോലും മുമ്പ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും വരെ വിജയിക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന, അതായത് പൊന്നാനിയിലും മലപ്പുറത്തും മാത്രം മത്സരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് കോൺഗ്രസിനെ പോലെ തുല്യ ശക്തിയുള്ള കോഴിക്കോട്, വടകര പോലെയുള്ള മണ്ഡലങ്ങളിലും, കാസർഗോഡ് പോലെ ലീഗിന് കൂടുതൽ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ കണ്ണൂർ, വയനാടൊക്കെ കോൺഗ്രസിന് തുല്യമായ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റ് നേടിയെടുക്കാൻ അല്ലെങ്കിൽ വിട്ടു നൽകാൻ കോൺഗ്രസിന് തീർച്ചയായും ബാധ്യതയുണ്ട്. ആ ബാധ്യത ചരിത്രപരമായി കോൺഗ്രസ് നിറവേറ്റിയിട്ടില്ല എന്നതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം.